ഇസ്രയേലുമായി സഹകരിക്കുന്നതുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന SIOയുടെ പ്രതിഷേധത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ മറു ക്യാമ്പയിൻ നടത്തുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ പ്രതീകാത്മക പ്രതിഷേധമെന്ന് SIOയും പഹൽഗാം വിഷയത്തിൽ നിശബ്ദത പാലിച്ചവർ ടാറ്റയെ തള്ളി പറയുന്നത് രാജ്യത്തെ അപമാനിക്കലാണെന്ന് സംഘപരിവാർ സംഘടനകളും വാദിക്കുന്നു. ബോയ്ക്കോട്ട് അഥവാ ബഹിഷ്കരണം പ്രാകൃതമല്ല, തികച്ചും ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന പ്രതിഷേധ മാർഗങ്ങളിൽ ഏറ്റവും മുന്നിലുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച ക്യാമ്പയിൻ ഇന്ത്യ കണ്ടതുമാണ്, നെഞ്ചിലേറ്റിയതുമാണ്. പക്ഷേ ഈ ഗണത്തിൽ എവിടെയെങ്കിലും പെടുത്താനാകുമോ ടാറ്റയ്ക്കെതിരെ നടത്തുന്ന ബോയ്ക്കോട്ട് എന്നതാണ് ആദ്യ ചോദ്യം. എമ്പുരാൻ സിനിമയെ വരെ ബഹിഷ്കരിച്ച് സംഘപരിവാർ നടത്തിയ പ്രതിഷേധങ്ങൾ മലയാളി മറക്കാറായിട്ടില്ല. ബോയ്ക്കോട്ട് പ്രതിഷേധ മാർഗമായി സ്വീകരിച്ച പ്രസ്ഥാനങ്ങൾക്ക് ഈ തരത്തിൽ തള്ളിപ്പറയാനാകുമോ എന്നത് രണ്ടാമത്തെ ചോദ്യം. നിലമ്പൂർ മുന്നിൽ നിൽക്കുമ്പോൾ സംസ്ഥാന BJPയോ ഇടതോ കോൺഗ്രസോ ഈ വിഷയം ഏറ്റെടുക്കുമോ അതോ സമൂഹ മാധ്യമങ്ങളിൽ അവസാനിക്കുമോ എന്നത് മൂന്നാമത്തെ ചോദ്യം. പ്രതിഷേധവും മറു ക്യാമ്പയിനും പ്രഹസനമായി തീരുമോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, SIOയുടെ ജില്ലാ പ്രസിഡന്റ് ഷഫാഖ് കക്കോടി, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ AM ഷിനാസും പൊതുപ്രവർത്തകൻ ആം ആദ്മി നേതാവ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനും. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഷഫാഖിലേക്ക്. ഷഫാഖ്, പ്രതിഷേധ മാർഗമായിട്ട് ബോയ്ക്കോട്ട് തെരഞ്ഞെടുക്കുന്നത് ആദ്യമായിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്ന ഒരു വിഷയമൊക്കെയാണ്. പക്ഷേ ഈ സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു സാഹചര്യമാണ്. ആ തരത്തിലുള്ള സന്ദേശം രാജ്യം പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ആ തരത്തിലുള്ള പ്രതിനിധി സംഘങ്ങൾ പോലും പുറത്തുപോയി സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പമാണ് ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയ പിന്തുണ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നത്. പഹൽഗാം ആക്രമണം നടന്നപ്പോൾ നിശബ്ദത പാലിച്ച ഒരു സംഘടന എന്തുകൊണ്ട് ഇപ്പോൾ ഈ തരത്തിൽ ഒരു ബോയ്ക്കോട്ട് ആഹ്വാനം നടത്തുന്നു എന്നാണ് മറുവശത്ത് നിന്ന് ഉയർന്ന ചോദ്യം. അതിൽ കഴമ്പില്ലേ? നമസ്കാരം. ആദ്യമായി തുടക്കത്തിൽ നിങ്ങൾ എന്നെയും സൂചിപ്പിച്ചതുപോലെ ബോയ്ക്കോട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ BDS മൂവ്മെന്റുകൾ, ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് ഇപ്പോഴുണ്ടായ ഒരു സമരമാർഗമോ ഇപ്പോൾ സംഭവിച്ച അല്ലെങ്കിൽ കോഴിക്കോട്ട് SIO നടത്തിയ ഒരു സമരത്തിൽ നിന്ന് തുടങ്ങിയതോ ആയ ഒരു സമര രൂപമല്ല. മറിച്ച് അതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു സമരരൂപമാണ് ബോയ്ക്കോട്ട്, ഡൈവേഴ്സ്മെന്റ് ആൻഡ് സാങ്ഷൻസ് എന്ന് പറയുന്ന BDS മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. നേരത്തെ തന്നെയും സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് സിസ്റ്റത്തിനെതിരെ ഈ നിലനിൽക്കുന്ന ബോയ്ക്കോട്ട് മൂവ്മെന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ വിജയകരമായി അത് സംഭവിച്ചിട്ടുള്ള ഒരിടം കൂടിയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് നിങ്ങൾക്ക് ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും. അതുപോലെ തന്നെ സവിശേഷമായി ഫലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആഗോളതലത്തിൽ തന്നെയും വളരെ ജനകീയമായി നടത്തപ്പെടുന്ന ഒരു സമരരൂപം കൂടിയാണ് ബോയ്ക്കോട്ട് മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെയും ഇത് ഈ കേരളത്തിലല്ല ആദ്യമായി ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ സംഭവിക്കുന്നത്. മറിച്ച് അത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും IPSPയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന ബാനറിൽ ഇന്ത്യയിലെ വ്യത്യസ്ത നഗരങ്ങളിൽ, ഡൽഹിയിൽ, പൂനെയിൽ, പട്നയിൽ, അതുപോലെ തന്നെ വിജയവാഡയിൽ, ഇങ്ങനെ ഇന്ത്യയിലെ വിവിധങ്ങളായ നഗരങ്ങളിൽ ഈ പറയുന്ന ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള സൂബിയ അടക്കമുള്ള സംവിധാനങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ, ഈ ബഹിഷ്കരണാഹ്വാനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പല ആളുകൾ, പ്രത്യേകമായി ലെഫ്റ്റ് ഐഡിയോളജിയിലൊക്കെയും വർക്ക് ചെയ്യുന്ന ആളുകൾ ആ അർത്ഥത്തിൽ ഈ മൂവ്മെന്റുമായി മുമ്പോട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനോടൊക്കെയും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട്, അഥവാ SIOവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായി ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാവുന്ന ഏതെല്ലാം സംഗതികൾ, ഏതെല്ലാം സമരമാർഗങ്ങളുണ്ടോ, ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിനോടൊക്കെയും ഐക്യദാർഢ്യപ്പെടുക എന്നതുകൂടിയാണ് നമ്മൾ SIOവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതേസമയം അതിനെ ഏതോ അർത്ഥത്തിൽ രാജ്യത്തിനെ ഉയർത്തി കാണിക്കാനുള്ള എന്തോ പദ്ധതിയാണ് എന്ന് അതിനെ ഒരു സംഘപരിവാർ ലൈനിൽ തന്നെയും അതേ ലൈനിൽ തന്നെ അതിനെ ആഖ്യാനിക്കുക എന്ന് പറയുന്നത് ആ സംഘപരിവാർ രാജ്യത്ത്
ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കപടദേശ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ചില വ്യവഹാരങ്ങളിലേക്ക് കയറി നിൽക്കലാണ്. അതേസമയം അതിലേക്ക് നിങ്ങൾ പറഞ്ഞതിൽ തന്നെയും അതിൽ വസ്തുതാ വിരുദ്ധതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടി ഞാൻ അല്ല, ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഷഫാഖ്, ഒറ്റ കാര്യം ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, ഇതൊരു ഒരു പ്രതീകാത്മക സമരമായിട്ടൊന്നും നിന്നില്ലല്ലോ. നിങ്ങൾ ആ ഔട്ട്ലെറ്റിൽ പോയി അവിടെ മുദ്രാവാക്യം വിളിച്ച് ആ തരത്തിലേക്ക് കൂടിയുള്ള ഒരു സമരമല്ലേ നടത്തിയത്? അതല്ലാതെ ഇത് ബഹിഷ്കരണ ആഹ്വാനം ആ തരത്തിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരം മാത്രമായിരുന്നോ? ഒരു സംവിധാനത്തിന് മുമ്പിലേക്ക്, അതല്ലെങ്കിൽ ഒരു ഓഫീസിന് മുമ്പിലേക്ക്, ഒരു സ്ഥാപനത്തിന് മുമ്പിലേക്ക് സമരം നടത്തുക, വളരെ സമാധാനപരമായി അതിനു മുമ്പിൽ ഉപരോധ സമരം നടത്തുക, അതിനു മുമ്പിൽ ബോയ്ക്കോട്ട് ആഹ്വാനം നടത്തുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ജനാധിപത്യ സമരമാണ്. അതെങ്ങനെയാണ് അത് ഒരു അക്രമാസക്തമായ സമരമായിരുന്നില്ല. അത് ഏതോ നിലക്ക് അവിടെ വലിയ അർത്ഥത്തിൽ സമാധാനം ഇല്ലാതാക്കുന്ന ഒരു സമരമായിരുന്നില്ല. വളരെ സമാധാനപരമായി നടന്ന ഒരു സമരമാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു വസ്തുതാവിരുദ്ധത കൂടി ചൂണ്ടിക്കാണിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ പഹൽഗാം അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മുണ്ടാതിരിക്കുകയും അല്ലാത്തപ്പോൾ ഫലസ്തീന് വേണ്ടി മുണ്ടുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് തന്നെ അത് സംഘപരിവാർ ഹാൻഡിലുകൾക്ക് അത് പറയാം. കാരണം അത്തരം നുണകളിൽ അപരവിദ്വേഷം ഉണ്ടാക്കി രാജ്യത്ത് വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണത്. അതേസമയം അതിനെ അതേപടി ഏറ്റെടുക്കാൻ മീഡിയ ഏജൻസികൾ, മാധ്യമപ്രവർത്തകർ സന്നദ്ധമാകരുത് എന്നാണ്. SIOനെ സംബന്ധിച്ചിടത്തോളം SIO അതിന്റെ നാഷണൽ കമ്മിറ്റി തന്നെയും പഹൽഗാം അറ്റാക്ക് ഉണ്ടായ സന്ദർഭത്തിൽ പ്രസ്താവന ഇറക്കുകയും അതിൽ വിശദീകരിക്കുകയും അതിനെ അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സംഘടനയുടെ പ്രസ്താവനകൾ കാണുന്നില്ല എന്നുകൊണ്ട് ആ സംഘടനക്ക് നിലപാടില്ല എന്ന് നിങ്ങൾ ഷഫാഖ്, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇതിൽ നമ്മൾ ഈ തുർക്കി ബഹിഷ്കരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നതായ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ പ്രശ്നങ്ങളോട്, ഇഷ്യൂകളോട് എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് SIOനെ സംബന്ധിച്ചിടത്തോളം SIO കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെയും മുന്നോട്ട് പോയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നിങ്ങൾ സമരങ്ങളെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പ്രസ്താവനകളെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ലോകത്ത് സമരങ്ങൾ നടക്കുന്നില്ല, ലോകത്ത് സംഘടനകൾക്ക് നിലപാടുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് കേവലമായ സംഘപരിവാർ യുക്തിയിൽ നിന്നുകൊണ്ട് അതിലേക്ക് കടന്നു പോകരുത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ. ശരി ഷഫാഖ്, ഞാൻ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇത് തെരഞ്ഞെടുത്ത ഈ ഒരു സമയം എന്ന് പറയുന്നത് പെരുന്നാൾ സമയമാണ്. ഇത് മറ്റേതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാതെ, ബോയ്ക്കോട്ട് ആഹ്വാനത്തിലേക്ക് പോകാതെ, പെരുന്നാൾ സമയത്ത് ഈ തരത്തിലൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരല്പം കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആയുധമുണ്ട് എന്ന് തോന്നിപ്പോകുമല്ലോ. അത് കരുതിക്കുട്ടി ചെയ്തതാണോ അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ ഈ സമയം? ഈ സമയം വളരെ സവിശേഷമായി നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് പെരുന്നാളിന്റെ സമയമാണ് എന്നതല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗസയിൽ ലോകത്ത് സമീപഭാവിയിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള വംശഹത്യക്ക് ആ നാട്ടിലെ ജനത ഇരയാക്കപ്പെടുന്നു. പട്ടിണി മൂലം 10,000-കണക്കിന് മനുഷ്യർ ഓരോ മണിക്കൂറുകളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് UN തന്നെയും അതിന്റെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയും ലോകത്ത് ആഗോളതലത്തിൽ വ്യത്യസ്തങ്ങളായ മൂവ്മെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടു വരികയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് എൻക്യാമ്പ്മെന്റ് പ്രൊട്ടസ്റ്റുകൾ രൂപപ്പെട്ടു വരികയും അതുപോലെ തന്നെ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകൻ ഗ്രേറ്റ തൻബർഗ് അവരുടെ നേതൃത്വത്തിൽ ഒരു കപ്പൽ സംഘം ഗസയിലെ ലക്ഷ്യമാക്കി കടന്നു പോവുകയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ആളുകൾ ഗസയുടെ ഉപരോധം ലംഘിച്ചുകൊണ്ട് ഗസയിലേക്ക് കടന്നു പോകാനുള്ള അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളുമായി ഗസയിലേക്ക് കടന്നു ചെല്ലാനുള്ള, അവർക്ക് ആവശ്യമായ വിഭവങ്ങളുമായി, ഭക്ഷണവുമായി, മരുന്നുമായി കടന്നു ചെല്ലാനുള്ള വ്യത്യസ്തങ്ങളായ ആഹ്വാനങ്ങളും അതിൽ ധാരാളക്കണക്കിന് മൂവ്മെന്റുകൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയും ആ ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് അത് ഉന്നയിക്കുക വളരെ സവിശേഷമായി ആളുകൾ ധാരാളമായി ഈ തരം വസ്ത്ര ബ്രാൻഡുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും കൂടിയാണ് അതെന്നത് യാദൃശ്ചികമാണ്. അതേസമയം തന്നെ ആ ഫലസ്തീനു വേണ്ടിയിട്ടുള്ള ഫലസ്തീൻ പോരാളികളോടൊപ്പം അല്ലെങ്കിൽ അവിടെ ശരി യാദൃശ്ചികമാണ് എന്ന് ഷഫാഖ് പറയുന്നു. പെരുന്നാളിലേക്ക് ആഹ്വാനം തെരഞ്ഞെടുത്തത് യാദൃശ്ചികമാണ് എന്ന് പറഞ്ഞു. ഞാൻ തിരികെ എത്താം ഷഫാഖ്, ഞാൻ വരാം. ആ പറഞ്ഞ പോയിന്റുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കർ,
ബഹിഷ്കരണം ഒരു ജനാധിപത്യ രീതിയാണ്. അത് എല്ലാ രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ നടത്തുന്ന ഒരു ജനാധിപത്യ രീതിയാണ്. അത് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നിൽ നിർത്തുന്ന പ്രതിഷേധ മാർഗവുമാണ്. സ്വാഭാവികമായിട്ടും പ്രതിഷേധാത്മകമായിട്ട് ഒരു പ്രതീകാത്മകമായിട്ട് ഒരു പ്രതിഷേധ മാർഗം, ഇതിൽ എന്തെങ്കിലും അക്രമമോ ആ തരത്തിലൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആഹ്വാനം നടക്കുമ്പോൾ അതിനെതിരെ വളരെ പെട്ടെന്നൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ ക്യാമ്പയിനും ആ തരത്തിലുള്ള ശ്രദ്ധ കിട്ടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ മറുവശത്ത് നിൽക്കുന്നവർ, ഈ ക്യാമ്പയിനെ തള്ളിപ്പറയുന്നവർ ശരിക്കും ആ ക്യാമ്പയിനെ ബൂസ്റ്റ് ചെയ്യുക എന്നാണ് തോന്നുക. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് നടക്കുന്നില്ലേ? അപർണ, അങ്ങനെയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട്, ബോയ്ക്കോട്ട് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട്. അതൊക്കെ തന്നെ ജനാധിപത്യ പ്രവൃത്തിയിൽ ഉള്ള ഒരു കാര്യമാണ്, അതിൻ്റെ ഭാഗമാണ്, പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പറയുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ടാറ്റ ബേബി കില്ലറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയാൽ എങ്ങനെയാണ് ടാറ്റ കുട്ടികളെ കൊല്ലുന്ന രീതിയിലത്തേക്ക് മാറിയിരിക്കുന്നത്, എങ്ങനെയാണ് അവർ കുട്ടികളെ കൊല്ലുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാകണം. കാരണം ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ റാലിയല്ല, മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങൾ ഇന്നയാളൊരു വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ എന്താണ് നിങ്ങളത് ചെയ്തിരിക്കുന്നത്, സ്റ്റുഡിയോയ്ക്ക് അതിൽ എന്താണ് പങ്ക് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ ഒരു കൗണ്ടർ നറേറ്റീവ് അല്ല ഉണ്ടാകുന്നത്, മറിച്ച് യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ലാതെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ കംപ്ലീറ്റ്ലി മിസ്ഡയറക്റ്റ് ആയിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർക്കസ്, ആ സർക്കസിനെയാണ് ഇവിടെ ആൾക്കാർ തുറന്നു കാട്ടുന്നത്, അതിനെ എക്സ്പോസ് ചെയ്യുകയാണ്. അതല്ലാതെ ഒരു കൗണ്ടർ നറേറ്റീവ് ബിൽഡ് ചെയ്യുക പോലുമല്ല. ഇവർ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊള്ളത്തരമാണ് എന്നും അതിലവർക്ക് ആശയ വ്യക്തത ഇല്ല എന്നും അവർ ഈ കാണിക്കുന്ന ഒരു പ്രതിഷേധമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ സർക്കസ് എന്നുള്ള ഒരു സന്ദേശവുമാണ് മറുഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കാണുന്നത്. കാരണം അത് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പൗരബോധത്തിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ശരിയാണ്, ഒരു കോൺഫ്ലിക്റ്റിന്റെയും ഭാഗമായിട്ട് കുട്ടികൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ആ കാര്യത്തിൽ ഇവർ സമരം നടത്തുന്ന സമയത്ത് SIOയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ, റാലികളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രതീകാത്മകമായിട്ട് ഒരു കുട്ടിയുടെ ശവശരീരം എടുത്തുകൊണ്ട് ഒരാൾ നടക്കുന്നതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ബേബി കില്ലർ എന്നുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ നമ്മളതിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരേ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ മാത്രമല്ല. റഷ്യയും യുക്രൈനും തമ്മിൽ ഇതേപോലെ കോൺഫ്ലിക്റ്റ് നടത്തുന്നുണ്ട്, അവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. യുക്രൈൻ്റെ സർവാധിപനായിട്ടുള്ള സെലൻസ്കി എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടികളുടേത് ജീവനല്ലേ? അവരുടെ ശരീരത്തിൽ കൂടി ഓടുന്നതും ചോരയല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾ നമുക്കങ്ങ് ബാൻ ചെയ്യാം, നമുക്ക് റഷ്യയുടെ എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്, ഏതൊക്കെ ഇൻഡസ്ട്രികളിലുണ്ട്, ഇത് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം എന്താണ് ഈ SIOയും മറ്റുള്ള ആൾക്കാരും ചെയ്യാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2, യമനിൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട്, അതായത് അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം 1 ലക്ഷത്തോളം കുട്ടികളെങ്കിലും വളരെ കൂടുതലായിട്ടുള്ള പട്ടിണി മൂലം, ഈ കലാപത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം ഫലമായിട്ടുള്ള പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 4000-ഓളം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് യൂണിസെഫിന്റെ കണക്കുകളുണ്ട്. വളരെ വെരിഫൈഡ് ആയിട്ടുള്ള കണക്കുകളാണ്. അങ്ങനെയുള്ള കണക്കുകളുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടാണ്, അതിന്റെ നേച്ചർ കൊണ്ടാണോ, ആഭ്യന്തരമായിട്ട് 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് എന്നതുകൊണ്ടാണോ അതിലിവിടെ ആർക്കും കണ്ണീരില്ലാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്തല്ല, ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ബംഗ്ലാദേശിൽ ഇതേപോലെ തന്നെ കുറേയധികം വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങൾ, കലാപങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ നമുക്ക് പ്രതികരിക്കേണ്ട. പിന്നെ പ്രതികരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതികരിക്കുന്നത്? നമുക്കൊരു യൂണിവേഴ്സൽ മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവനും ഈ ലോകത്ത് എവിടെയാണെങ്കിലും കുട്ടികളുടേത് ഒന്ന് തന്നെയാണ്. പാലസ്തീനിലെ കുട്ടിയാണെങ്കിലും യമനിലെ കുട്ടിയാണെങ്കിലും യുക്രൈനിലെ കുട്ടിയാണെങ്കിലും ഒരേപോലെയാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. 2, നിങ്ങൾ എന്തിനാണ് ടാറ്റയെ ടാർഗറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റുഡിയോയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റുഡിയോയ്ക്ക് ഇതിൽ എന്താണ് പങ്ക്? ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡിഫൻസ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഫൻസ് കൊളാബറേഷനുമായി ബന്ധപ്പെട്ട് ടാറ്റയ്ക്ക് ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ തരത്തിലുള്ള എന്ത് കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അപ്രൂവലോട് കൂടിയിട്ടാണ്. കാരണം നമ്മൾ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് എയ്റോസ്പേസ് മേഖലയിൽ, ഡിഫൻസ് മേഖലയിൽ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൊളാബറേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കണം എന്ന് നിയമമുള്ള ഒരു നാടാണ്.
അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അപ്രൂവൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇല്ലാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല. അപ്പോൾ ടാറ്റയുടെ ഇപ്പോൾ അവരുടെ അക്വിസിഷന് ശേഷം അവരുടെ ഒരു ആംബിറ്റിലേക്ക് വന്നിരിക്കുന്ന ലാൻഡ് റോവറിനെ കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റ് ആർമേഡ് വെഹിക്കിൾ ആയിട്ട് ഗാസയിലും ഒക്കെ തന്നെ ഇവരെ പട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അതാണ് നിങ്ങൾ ടാറ്റയിൽ കാണുന്ന കുറ്റമെങ്കിൽ, അത് ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇസ്രയേൽ മിലിറ്ററിയുടെ, അവരുടെ ബോർഡർ പോലീസിന്റെ പട്രോളിന് വേണ്ടിയിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, കോമ്പാറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. അതേപോലെ തന്നെ ഇസ്രയേൽ ഡിഫൻസുമായി ചേർന്നിട്ട് ഡിഫൻസ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് TASL അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ടാറ്റ കേവലം സ്വന്തം തീരുമാനത്തിൽ അവർ ഡിഫൻസ് സെക്ടറിലേക്ക് വന്നിരിക്കുന്നതല്ല, ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെതിരെ സമരം ചെയ്യണം? ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യണം. ഇനി ഇവർ മാത്രമാണോ, ഈ ഒരൊറ്റ ഫേം മാത്രമാണോ ഈ ഇസ്രയേലുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉള്ളത്? മഹീന്ദ്ര ഡിഫൻസ് ഇല്ലേ? മഹീന്ദ്ര ഡിഫൻസ് വളരെ കൃത്യമായിട്ട് അവർ UAVകൾ ഉൾപ്പെടെയുള്ള പിന്നെ ഇതേപോലെയുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് അവരങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട്. അദാനി ചെയ്യുന്നില്ലേ? അദാനിക്ക് ഹൈഫ പോർട്ട് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്നെ ഡീൽസ് ഉണ്ട്. അവിടുത്തെ നെഗേവ് പോലെയുള്ള റൈഫിൾസ്, ഇങ്ങനെയുള്ള സ്മോൾ ആംസ്, ടാവർ പോലെയുള്ള സ്മോൾ ആംസ്, ഈ ആംസ് ഒക്കെ നിർമ്മിക്കുന്നതിനകത്തിൽ ജോയിന്റ് കൊളാബറേഷനിൽ അദാനി ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ഇന്ത്യയിലെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അദാനിയെ ബഹിഷ്കരിക്കാനായിട്ട് നാളെ മുതൽ നിങ്ങൾ അദാനിയുടെ കയ്യിലുള്ള തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നിങ്ങൾ ഇനി പോവില്ല എന്നാണോ? അതേപോലെ മഹീന്ദ്രയെ ബഹിഷ്കരിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇനി മഹീന്ദ്ര വാഹനങ്ങൾ വാങ്ങിക്കില്ല എന്നാണോ? ടാറ്റയെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ലല്ലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് എല്ലാം നിങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ടാറ്റ എന്താണ്, ഈ രാജ്യത്തിന് ടാറ്റയുടെ സംഭാവന എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ടാറ്റയെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്നതിന് തുല്യമാണ്. കാരണം ഏതെങ്കിലും ഒരു കമ്പനി പോലെ പ്രവർത്തിക്കുന്ന, സാധാരണ ഒരു കമ്പനി പോലെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല ടാറ്റ. എത്തിക്കൽ ബിസിനസിന്റെ പേരിൽ, ഫിലാന്ത്രോപ്പിയുടെ പേരിൽ, പൂർണ്ണമായിട്ടുള്ള ദേശീയതയുടെ പേരിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനം നൂറ്റാണ്ടുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്ത് കെയറിൽ, നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ, നമ്മുടെ രാജ്യത്തിന്റെ ഡിസാസ്റ്റർ റിലീഫ്, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ടാറ്റയുടെ കോൺട്രിബ്യൂഷൻ അവരുടെ ഫിലാന്ത്രോപ്പിയുടെ ഭാഗമായിട്ടാണ്, ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാസർഗോട്ട് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ടെമ്പററി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് അവരെ ഓർക്കുന്നുണ്ടാകും. ഏതാണ്ട് 60 കോടിയോളം ചെലവ് അവർക്ക് മാത്രമായിട്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിരുന്നത്, ഇനി അതിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റീപർപ്പസ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്കൂളുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. എന്തിനാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്കിവിടെ ഒരു കമ്പനി ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു എന്ന് കരുതി ഒരു വാർ ക്രൈം അവർ ചെയ്തിരിക്കുന്നുവെന്നോ അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്ന എത്രയോ ഡിഫൻസ് എക്യുപ്മെന്റ് ഇസ്രായേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യൻ ഗവൺമെന്റിനെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ പൗരത്വം വേണ്ട എന്ന് വെക്കുമോ? നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമോ? ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടാറ്റ ഒരു ബേബി കില്ലർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് എവിഡൻസ് വെക്കണം. നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഡയറക്റ്റ് എവിഡൻസ് എന്താണ്? ടാറ്റയുടെ ലാൻഡ് റോവർ അവിടെ ഉപയോഗിക്കുന്നതാണോ? ഏതെങ്കിലും ഒരു ഡിഫൻസ് ഡീലിലേക്ക് പോകുന്നതാണോ? മഹീന്ദ്രയ്ക്കും അദാനിക്കും ഇല്ലാത്ത മറ്റെന്ത് പ്രത്യേകതയാണ് നിങ്ങൾ ടാറ്റയുടെ ഡിഫൻസ് ഡീലിൽ കാണുന്നത്? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യമുള്ളതിന്റെ പേരിലാണ് നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല എന്ന് ഉറപ്പാണ്. ഇന്ത്യയിൽ 1 മില്യണോളം വരുന്ന, 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് എല്ലാ കാലവും നിന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ. അതാണ് ഞാൻ പറഞ്ഞത്, ഫിലാന്ത്രോപ്പിയുടെ കാര്യത്തിൽ ടാറ്റയെ വെല്ലാൻ ആരുമില്ല. ഒരു കമ്പനിയും ബിസിനസ്സിൽ നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രത്തോളമാണോ എടുക്കുന്നത് അതിന്റെ ഒരു അംശം ടാറ്റ എടുക്കുന്നില്ല, പകരം അത് റീഇൻവെസ്റ്റ് ചെയ്യുകയും രാജ്യത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യാണ്. നിങ്ങൾ ടാറ്റയെ എല്ലാ കാര്യങ്ങളും ടാറ്റയെ മൊത്തമായിട്ടല്ല ബഹിഷ്കരിക്കുന്നത്, ഞങ്ങൾ ഒരു പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നു എന്ന് എടുത്തു പറയുന്നു. ഏകദേശം ഒരു പക്ഷെ അവരതിനകത്ത് ഉറച്ചു നിൽക്കുന്നതുകൊണ്ട്, അതായത് പുതിയ ഒരു തലമുറ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുതിയ തലമുറയോടുള്ള ആഹ്വാനമാണല്ലോ. ആ തരത്തിലുള്ള ഒരു പ്രതികരണം. ഈ പൂമ, പിൽസ്ബറി ഒക്കെ ഇതുപോലെ ഇസ്രായേൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ബോയ്ക്കോട്ട് നേരിട്ട കമ്പനികളുണ്ട്. അതായത് ഇത്തരം സമരങ്ങളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു രാജ്യദ്രോഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുത്തലോ ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാണ് എന്നുകൂടി കരുതപ്പെടേണ്ടതുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഒരൊറ്റ ക്ലാരിറ്റി എനിക്ക് വേണ്ടതുള്ളൂ. നിങ്ങൾ ടാറ്റ അവിടെ ഡിഫൻസ് ഡീലുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള ഒരു അഭിപ്രായം ഒരു ഓർഗനൈസേഷന് പറയുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. കാരണം അത് അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ നിങ്ങൾ ടാറ്റയെ ബേബി കില്ലർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ വലിയൊരു വാർ ക്രൈം അവർ ചെയ്തു എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കുട്ടികളെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്.
അപ്പോൾ അങ്ങനെ ആരോപണം, കേവലം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, സമരം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് സമാധാനപരമായിട്ട് ചെയ്യാനുള്ള അവകാശം മൗലികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ്ലെസ് ആയിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എങ്ങനെയിരിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടാറ്റ അവരുമായിട്ട് മിലിറ്ററി ഡീലിൽ ഇടപെടരുത് എന്ന് പറയാം, തീരുമാനിക്കുന്ന അവരാണ്. പക്ഷെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് നിങ്ങളത് പറയുന്നതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ബേബി കില്ലർ എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ്? അതിന്റെ പേരിൽ അവർ പറഞ്ഞിരിക്കുന്നത് കേവലം സ്റ്റുഡിയോ അല്ല. അപർണ ഒരു സെക്കൻഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കേവലം സ്റ്റുഡിയോ അല്ല, പ്രതീകാത്മകമായ സ്റ്റുഡിയോ അല്ല. അവർ ഉയർത്തിയിരിക്കുന്ന ബാനറുകളിൽ ബോയ്ക്കോട്ട് ടാറ്റ പ്രോഡക്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ടാറ്റ പ്രോഡക്ട്സിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ബാക്ക് ബോണിനെ ബോയ്ക്കോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് നാഷണൽ ഇൻട്രസ്റ്റിൽ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാൻ മറ്റ് പാനൽ ഗസ്റ്റുകൾക്ക് വരുന്ന ഷഫാക്കിലേക്ക് ഒരിക്കൽ കൂടി. ഷഫാക്ക്, രണ്ട് വിഷയമാണ്. അത് ബേബി കില്ലർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഈ ഒരു അലയൻസ് ആണ് ഉള്ളതെങ്കിൽ ആ അലയൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ശ്രീത്ത് ഉന്നയിക്കുന്ന വാദം. യുക്രൈൻ, റഷ്യ, ഇതിലൊക്കെ എല്ലാ വിഷയങ്ങളിലും ഒരേ നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പൊളിറ്റിക്കലി നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ ബേബി കില്ലർ എന്നുള്ളൊരു വാക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന സമരം, അത് പ്രതീകാത്മകം എന്നുള്ള അപ്പുറത്തേക്ക് എന്തോ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഈ സമരവും ആഹ്വാനം നടത്തുന്നത് എന്ന് സംശയിക്കപ്പെടില്ലേ? ഞാൻ ചോദ്യത്തിലേക്ക് വരാം. പിന്നെ ഒന്ന്, ബേബി കില്ലർ എന്നുള്ള ആ വാക്കാണ് ശ്രീജിത് പണിക്കർക്ക് പ്രശ്നമാണ്. അഥവാ പിന്നെ ഈ ലോകത്ത് സമാനതകളില്ലാത്ത ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു 20 മാസങ്ങളായി ഗസയിൽ, ഫലസ്തീനിൽ ഏകദേശം 1,00,000-നടുത്ത് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അതിൽ ഭൂരിഭാഗം കുട്ടികൾ കൊല്ലപ്പെടുന്നു. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ട്. അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് കൊളോണിയൽ പ്രൊജക്ട് ഈ ലോകത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വംശഹത്യയാണ്. സമീപ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്രമേൽ ക്രൂരമായ വംശഹത്യയാണ്. അഥവാ പിന്നെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോകയുദ്ധങ്ങളിൽ നിക്ഷേപിച്ചതിനേക്കാൾ സ്ഫോടക വസ്തുക്കൾ ഈ പറഞ്ഞ ചെറിയൊരു പ്രദേശത്ത് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ഈ കുറഞ്ഞ കാലയളവിൽ എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ക്രൂരമായി കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അവരൊക്കെയും അതിന് സാമ്പത്തികമായി പിന്തുണ നൽകുന്ന, സാങ്കേതികമായി പിന്തുണ നൽകുന്ന, അതിന്റെ സർവൈലൻസ് സംവിധാനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിൽ അവിടുത്തെ സെറ്റിൽമെന്റ് കൊളോണിയൽ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അവിടുത്തെ അയുണ്ടവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളിൽ, ഇങ്ങനെ മിലിറ്ററി സംവിധാനങ്ങളിൽ, ഈ എക്യുപ്മെന്റ്സിലൊക്കെയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടി തങ്ങളുടെ ലാഭവിഹിതം അതിന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെയും സ്വാഭാവികമായും ഇസ്രായേൽ എന്ത് ക്രൈമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് വാർ ക്രൈമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് വംശഹത്യയിലും ഏത് ചെറിയൊരു ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ നിന്ന് ഡിഫൻസ് എക്യുപ്മെന്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ അവർക്ക് നേരിട്ടല്ലേ കൊടുക്കുന്നത്? നമ്മൾ ഈ വളഞ്ഞു മൂക്കെ പിടിക്കണ്ടല്ലോ, നേരിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിനെ ബോയ്ക്കോട്ട് ചെയ്യൂ. ചെറിയൊരു സാങ്കേതിക വിഷയം ഷഫാക്കുമായി ബന്ധം PCR നമുക്ക് ഒന്നുകൊണ്ട് റീകണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ AM ഷിനാസ്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു സാഹചര്യം ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുകയാണ്. എന്ത് സന്ദേശമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് തുർക്കി പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ തുർക്കി ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ആ തരത്തിൽ വലിയ സ്വീകാര്യത ഈ രാജ്യത്ത് കിട്ടുകയും ചെയ്തത്. ഇത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധമാണെങ്കിൽ പോലും ഇത് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ആ ഓപ്പറേഷൻ സിന്ദൂർ കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം. ഇസ്രയേൽ ഇന്ത്യക്ക് കൊടുത്ത നിരുപാധിക പിന്തുണ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ആ തരത്തിലാണോ ഈ പ്രതിഷേധത്തെ കാണേണ്ടത്? അതിനെതിരെയുള്ള മറു ക്യാമ്പയിനെയും കാണേണ്ടത് ആ തരത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇതിൽ പങ്കുവഹിച്ചിരിക്കാം. ഇപ്പോൾ തുർക്കി ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലെ പല മേഖലകളിലും ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളിലേക്ക് കടന്നിട്ട് ഈ കാര്യത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമതായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2020-21 കാലത്താണ് എബ്രഹാം ഉടമ്പടി എന്ന ഉടമ്പടി പ്രകാരം UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ ഈ 4 രാജ്യങ്ങൾ
ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്തത്. വെറും നോർമലൈസേഷൻ മാത്രമല്ല, അതിൽ സുരക്ഷ, ഡിഫൻസ് കോർപ്പറേഷന്റെ സുരക്ഷാ പ്രതിരോധ സഹകരണമുണ്ട്. അതുപോലെ ഈ ഡിഫൻസ് ടെക്നോളജി യു എയും ബഹ്റിനും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഡ്രോണുകൾ ഇസ്രായേലിൽ നിന്ന് UAE അതുപോലെ തന്നെ ബഹ്റിൻ ഓർഡർ ചെയ്തു കഴിഞ്ഞു. സൈബർ സെക്യൂരിറ്റിയിൽ അവർ തമ്മിലുള്ള കോപ്പറേഷൻ ഉണ്ട്. സർവൈലൻസ് ടെക്നോളജിയിൽ അവർ തമ്മിലുള്ള കോപ്പറേഷൻ ഉണ്ട്. മാത്രമല്ല ഇക്കണോമിക് കോപ്പറേഷൻ ഉണ്ട്, ട്രേഡ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്, ഡയമണ്ട്സ് ഉണ്ട്. അതിനു പുറമെ അഗ്രികൾച്ചറൽ ടെക്നോളജി, ഇസ്രായേൽ ബഹുദൂരം മുമ്പിലാണ് കാർഷിക സാങ്കേതിക വിദ്യയിൽ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഈ പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ കാർഷിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് തയ്യാറാണ്. അപ്പൊ ഈ എബ്രഹാം ഉടമ്പടിക്ക് ശേഷം, ഇപ്പോ എബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യ കൂടി ചേരാൻ എന്ന് വെച്ചാൽ ഏറ്റവും നിർണായകമായ ചർച്ച സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ നടക്കാനിരിക്കെയാണ് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം നടന്നത്. അത് ഈ സൗദി അറേബ്യ കൂടി ഈ ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്താൽ, അതുവരെ അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നോ റെക്കഗ്നിഷൻ വിതൗട്ട് പലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് എന്നായിരുന്നു. പലസ്തീനിയൻ രാഷ്ട്രം യാഥാർത്ഥ്യമാവാതെ, സഫലമാവാതെ ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്ന നിലപാടായിരുന്നു ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾക്ക്. അപ്പോ അതിൽ നിന്ന് ഗണ്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ്, വ്യതിയാനമാണ് ഉണ്ടായത്. ആ വ്യതിയാനം മാത്രമല്ല, ഇവർ തമ്മിലുള്ള ബന്ധം നയതന്ത്ര തലത്തിൽ നോർമലൈസേഷൻ ഉണ്ടായി എന്ന് മാത്രമല്ല, ഡിഫൻസ് ടെക്നോളജിയാണ്, ഇസ്രായേലിന്റെ ഡിഫൻസ് ടെക്നോളജിയിലാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് കണ്ണ്. അപ്പോൾ അതിൽ ഡ്രോണുകൾ, സർവൈലൻസ് ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് UAEയും ബഹ്റിനും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ, ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളിലൊക്കെ SIOയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധം എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇന്ത്യ നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ സിന്ധൂർ ഓപ്പറേഷന്റെ വേളയിൽ ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബരാക് മിസൈൽ ഒക്കെ നമുക്കറിയാം. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്രായേലിന്റെ ഒരു പ്രതിരോധ ഗവേഷണ സംവിധാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ, ഈ എബ്രഹാം ഉടമ്പടിക്ക് ശേഷം 2020 ശേഷം ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, ബഹ്റിൻ, സുഡാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇതേ ഡിഫൻസ് ടെക്നോളജിയാണ് മുഖ്യ ഇറക്കുമതി മേഖലയായി കാണുന്നത് ഇസ്രായേലിൽ നിന്ന്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ എക്യുപ്മെന്റ് അതും ഉണ്ട്, അഗ്രികൾച്ചറൽ ടെക്നോളജി ഉണ്ട്, അതുപോലെ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രതിഷേധ വാഞ്ച ഇവിടെ മാത്രം എന്തുകൊണ്ടുണ്ടാവുന്നു? SIOക്കാർക്ക് അല്ലെങ്കിൽ SIOയോട് അനുഭാവം പുലർത്തുന്ന മറ്റു സംഘടനകൾക്ക് ഗൾഫിലും ഉണ്ടാവുമല്ലോ, അവിടെയും പ്രതിഷേധം നടത്തിക്കൂടെ? കഴിഞ്ഞ ഏതാണ്ട് 2 ദിവസം മുമ്പാണ് ഗാസയിൽ നിരുപാധികവും ശാശ്വതവും അതുപോലെ അടിയന്തരവുമായ വെടിനിർത്തൽ വേണമെന്ന ഒരു സുരക്ഷാ സമിതിയുടെ പ്രമേയം വന്നത്. ആ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് അമേരിക്കയാണ്. ബാക്കി 14 രാജ്യങ്ങൾ, 5 സ്ഥിരാംഗങ്ങളും 10 നോൺ പെർമനന്റ് സ്ഥിരാംഗങ്ങളല്ലാത്തവരും, അതിൽ 14 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ, ഗാസയിൽ അടിയന്തരമായി ശാശ്വതമായി നിരുപാധികമായി വെടിനിർത്തൽ വേണമെന്ന പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ അതിൽ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെയുണ്ട്, റഷ്യയും ഒക്കെയുണ്ട്, ചൈനയും പാകിസ്ഥാനുമുണ്ട്. അപ്പോൾ അമേരിക്ക മാത്രം വോട്ട് ചെയ്തില്ല. അമേരിക്ക അതിനെ എതിർത്തു. അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന 2023 ഒക്ടോബറിലെ വാദത്തിൽ തന്നെയാണ് അമേരിക്ക നിന്നത്. അപ്പൊ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ടതല്ലേ? ഒരു പ്രധാനപ്പെട്ട അമേരിക്കൻ ഉൽപ്പന്നമാണ് അമേരിക്കൻ വിദ്യാഭ്യാസം. അപ്പൊ ഞാൻ തന്നെ വ്യക്തിപരമായി അറിയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ നേതാക്കളായിരുന്ന അന്തരിച്ച ആദരണീയരായ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മുൻ അമീറിന്റെ പേരമകൻ വരെ അമേരിക്കയിലാണ് വിദ്യാഭ്യാസം നേടിയത്. അത് അമേരിക്കൻ വിദ്യാഭ്യാസം ഒരു അമേരിക്കൻ ഉൽപ്പന്നമാണ്. അപ്പോൾ ഈ അമേരിക്കൻ
ഉൽപ്പന്നം എന്ന് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളും, കാരണം ഇസ്രായേലിന് 1948 ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ ഇന്നേ വരെ ഇസ്രായേലിനെ വളരെ പ്രത്യക്ഷമായി നിരുപാധികമായി പിന്തുണച്ചു പോരുന്ന ഏക രാഷ്ട്രം അമേരിക്കയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും വീറ്റോ ചെയ്തു. അപ്പൊ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, ലെവിസ്, വ്രാംഗ്ലർ, ഒരുപാട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ ഉൽപ്പന്നം അമേരിക്കൻ വിദ്യാഭ്യാസമാണ്. അപ്പോൾ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടില്ല ഞങ്ങളുടെ കുട്ടികൾ എന്ന് പോലും തീരുമാനിക്കാവുന്നതാണ്. റൈറ്റ്, തീർച്ചയായിട്ടും ഷിനാസ്, ഞാൻ ഇതൊന്നും എടുത്തു പറയുന്നില്ല. ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് അന്താരാഷ്ട്ര കോണ്ടെക്സ്റ്റിലെത്തുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, അറബ് രാഷ്ട്രങ്ങളിലുള്ള നിങ്ങളുടെ സംഘടനകളുടെ ഭാരവാഹികളടക്കം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ട സ്ഥിതി വളരെ സിമ്പിളായിട്ട് എം ഷിനാസ് പറഞ്ഞു നിർത്തുന്നു. മറുപടി ഉണ്ടോ? ഷഫാഖ് കേൾക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് അതിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ക്രൂരമായ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ സാമ്രാജ്യത്വ മുന്നണികൾ ഒക്കെയും ഉള്ള അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതൊക്കെയും മാറ്റി നിർത്താൻ കഴിയുക, അതിനോടൊക്കെയും ബഹിഷ്കരണം പ്രഖ്യാപിക്കാൻ കഴിയുക എന്നത് വളരെ സ്വാഭാവികമായി മാനവിക മൂല്യങ്ങളെ മുന്നിൽ നിർത്തി ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ആലോചിക്കാൻ കഴിയേണ്ടുന്ന ഒരു സംഗതിയാണ്. അഥവാ ആ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന അല്ല, അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഷഫാക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോ ശ്രീ എം ഷിനാസ് പറഞ്ഞതോ അമേരിക്കയാണ് ഈ ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തെ എതിർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം അമേരിക്ക ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാം. അമേരിക്കയിലുള്ള നിങ്ങളുടെ അമീറിന്റെ മകൻ അടക്കം വിദ്യാഭ്യാസം നേടുന്നവർക്ക് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. അങ്ങനെയൊക്കെയാണല്ലോ മാതൃക കാണിക്കേണ്ടത്. ഇനി അതുമല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിൽ എത്രയോ പേരുണ്ട്, എസ്ഐയുടെ പ്രവർത്തനം അവിടെയുണ്ട്. ഇതൊന്നുമില്ലാതെ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ CSRലൊക്കെ ഇത്രയേറെ കോടികൾ, ഞാൻ കണക്ക് പറയുന്നില്ല, ഇടുന്ന ടാറ്റയെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണല്ലോ എന്തിനീ പ്രഹസനം കാണിക്കുന്നു എന്ന ചോദ്യം വരുന്നത്. ഞാനത് തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. BDS മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അത് കേവലമായി ഒരു ടാറ്റ എന്ന കമ്പനിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു സമരാഹ്വാനമോ ഒരു ബഹിഷ്കരണാഹ്വാനമോ അല്ല എന്ന് ആ BDS മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ SIOവിനെ സംബന്ധിച്ചിടത്തോളം തന്നെയും SIO ടാറ്റയെ സവിശേഷമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു സമര പരിപാടിയല്ല അവിടെ സംഘടിപ്പിച്ചത് എന്നത് നിങ്ങൾക്ക് SIOവിന്റെ കേവലം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെങ്കിലും പരിശോധിക്കുന്ന ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്നതാണ്. അഥവാ അതിന്റെ ഇത് പുതിയ ഞാൻ ഷഫാക്ക് ഞാൻ ചോദിക്കുന്നത് അത് മനസ്സിലായി, പ്രതീകാത്മകമാണ്. പക്ഷേ ഈ പ്രതീകാത്മക ഒരു സമരം വരുമ്പോൾ ഇത് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് പുതിയ തലമുറയുടെയാണ്. ഇപ്പോൾ ശ്രീജിത്ത് പറയുന്ന ഒരു കണക്കുകൾ ഇന്ത്യൻ സർക്കാരിനെ അടക്കം നിങ്ങൾ ആ തരത്തിൽ പ്രതിഷേധിക്കേണ്ടി വരും. എം ഷിനാസ് പറയുന്നത് ഈ വേൾഡ് മൊത്തം എടുത്തുകൊണ്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളാണ്. ഇതൊക്കെ ഒരു വിരൽ തുമ്പിൽ കിട്ടും പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം. ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കില്ലേ, നിങ്ങളുടെ അണികൾ ചെറുപ്പക്കാർ ചോദിക്കില്ലേ? അവിടെ ഉത്തരം പറയാൻ ഇല്ലാതെ വരുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സമരം പോലും പ്രഹസനമായി പോവില്ലേ? SIO പശ്ചാത്തപിക്കുന്നുണ്ടോ? വേണ്ടിയിരുന്നില്ല ഈ ബോയ്ക്കോട്ട് ആഹ്വാനം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ SIO നടത്തിയ ഒരു സമരം അതിൽ ഞങ്ങൾക്കെന്തോ നേരത്തെ ഇവിടെ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കത് വലിയ ധാരണയില്ലാതെ നടത്തിപ്പോയതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ക്ലാരിറ്റി ഇല്ലാതെ നടത്തിയതാണ്, ഇത് ഏതോ ചില കുട്ടികൾ നടത്തിപ്പോയ ഒരു അബദ്ധമാണ് എന്നൊന്നും അതിനെക്കുറിച്ച് നിങ്ങൾ മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് SIO ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടും BDS മൂവ്മെന്റുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് SIOവിന്റെ തന്നെയും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെയും അതിന്റെ സമരങ്ങളെയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, ഞാൻ പൂർത്തീകരിക്കാം. അഥവാ ഇന്ത്യയിലെ തന്നെയും വ്യത്യസ്ത നഗരങ്ങൾ ഒക്കെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഫലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഇഷ്യൂകളുമായി ബന്ധപ്പെട്ടൊക്കെയും SIO അതിന്റെ പ്രതിഷേധ മേഖലകൾ ഒക്കെയും ഉണ്ടാകാറുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ആ SIOവിന്റെ ഇതിന് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പക്ഷേ ഇതൊരു ജനറലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് എങ്കിൽ ആ മൂവ്മെന്റിനൊപ്പം നിൽക്കണം. ഷഫാക്ക്, BDS മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഷഫാക്ക്, BDS മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ BDS മൂവ്മെന്റ് ഒരു പ്രോഡക്റ്റിനെതിരെയല്ല. ചെയ്തിരിക്കുന്ന മുഴുവൻ വസ്ത്ര ബ്രാൻഡുകളെയും ഉപരോധിക്കുക, മുഴുവൻ വസ്ത്ര ബ്രാൻഡുകളും നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഉള്ള ആഹ്വാനമാണ് SIO നടത്തിയിട്ടുള്ളത്. SIO മനസ്സിലാക്കുന്നത് സാധ്യമാകുന്ന എല്ലാ രീതിയിലും ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുക എന്നതാണ്, അഥവാ ആ ബഹിഷ്കരണാഹ്വാനം നടത്താൻ കഴിയുക എന്നതാണ്.
അത് പബ്ലിക്കിൽ ടാറ്റയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ സൂഡിയോന്റെ മുമ്പിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ പിറ്റേന്ന് മുതൽ സൂഡിയോ അത് പൂട്ടി അത് എടുത്തു വെച്ച് പോകും എന്നതല്ലല്ലോ. അതിനപ്പുറത്തേക്ക് ഇവിടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവയർനെസ്സിനെ കുറിച്ച്, ബോധവൽക്കരണത്തെ കുറിച്ച്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും പ്രൊഡക്റ്റുകളും അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ പിന്തുണക്കുകയോ വംശഹത്യക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ വംശഹത്യക്ക് കുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇവിടുത്തെ പബ്ലിക്കിനോട് അതിന്റെ അവയർനെസ് നൽകാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആ ക്ലാരിറ്റിയോടെ തന്നെയാണ് ഞങ്ങൾ ആ സമരത്തെ ക്ലാരിറ്റി ബോയ്ക്കോട്ട് സമരത്തിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഷഫാക്ക് പറയുന്ന ഷഫാക്ക് അത് എത്രത്തോളം അത് നീട്ടി പറയുമ്പോൾ ഷഫാക്ക് ആ പോയിന്റിലേക്ക് ഷഫാക്ക് എത്തുന്നില്ല. എം ഷിനാസ് ഒക്കെ വളരെ കൃത്യമായിട്ടാണ് ആ പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സമരം ആഹ്വാനം ഒരുപക്ഷെ കൂടുതൽ അണികളിലേക്ക് എത്തുന്നതിന് മുൻപേ മുളയിലെ അത് നുള്ളിക്കളയപ്പെടും, തള്ളിക്കളയപ്പെടും. ഞാൻ തിരികെ എത്താം. ശ്രീ വിനോദ് വിൽസൺ, ഇതിനൊക്കെ ഒരു വിഷയമുണ്ട്. ഇത് ഈ ഒരു വിഭാഗം ഇങ്ങനെ ഒരു സമരം നടത്തുന്നു, അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്, ഒരു ശ്രദ്ധ കൊടുക്കുക, അത് ഏത് വിവാദമാണെങ്കിലും അതൊരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കുക, ഒരു പ്രതീകാത്മക സമരം നടത്തുക, സ്റ്റുഡിയോ പോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കൂടുതലായി പോകുന്ന ഒരു ഔട്ട്ലെറ്റിലേക്ക്, അതാണല്ലോ, അല്ല ഒട്ടും ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ ഒന്നുമല്ല, ന്യൂ ജനറേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് മറിച്ച് ഒരു മറു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ മറു ക്യാമ്പയിനകത്ത് പറയുന്നത് ആ നിൽക്കുന്നവരെല്ലാം, ഈ സമരത്തിന് നിൽക്കുന്ന വിദ്യാർത്ഥികളെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന തരത്തിലുള്ള സ്ലോഗനുകളും ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രത്തോളം ഈ പ്രൊട്ടസ്റ്റ് പ്രഹസനമാണോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഈ മറു ക്യാമ്പയിൻ എന്താണ് ഈ കാണിച്ചു വെക്കുന്നത് എന്നും ചോദിക്കേണ്ടതായി വരുന്നുണ്ടല്ലോ. ഏത് സൈഡിലാണ് വിൽസൺ ഈ വിഷയം കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാനതിൽ കാണുന്നത് പ്രധാനമായും ശ്രീ പണിക്കർ പറഞ്ഞ ഒരു പോയിന്റിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ സെലക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ലല്ലോ. ജസ്റ്റിസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണ്ടേ, സെലക്റ്റീവ് ആവാൻ പാടില്ല. ഇവിടെ പാലസ്തീൻ എന്ന് നാഴിക 40 വട്ടം പറയുമ്പോൾ പാലസ്തീനിൽ മാത്രമല്ലല്ലോ കൊല്ലപ്പെടുന്നത്. ഉക്രൈന്റെ വിഷയം നമ്മൾ സംസാരിച്ചു. അസർബൈജാൻ, അർമേനിയ എന്ന് പറയുന്ന യുദ്ധം, അവർ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, അസർബൈജാനും അർമേനിയയും. ഇതിൽ അർമേനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജ്യവും അസർബൈജാൻ മുസ്ലിം രാജ്യവുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമോട് സപ്പോർട്ട് ചെയ്ത അർമേനിയാണ്. എന്തുകൊണ്ട് ഇവിടെ ഒരു ഈ പറയുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ ഈ പറയുന്ന യുദ്ധത്തിൽ അർമേനിയെ സഹായിക്കാൻ പാടില്ല നിലപാടെടുക്കാൻ കഴിയുന്നില്ല? അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, നമ്മുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇന്ത്യയിൽ, അതായത് ഹങ്കർ റിപ്പോർട്ട് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് 127 രാജ്യങ്ങളിൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ രാജ്യം 105ആണ്. അതുപോലെ സീറോ ഫുഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 6.7 മില്യൺ കുട്ടികൾ ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാതെ ഓരോ ദിവസവും രോഗത്തിന് കീഴ്പ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി ഐക്യപ്പെടാൻ എന്താ കഴിയാത്തത്? അപ്പൊ ഇവിടുത്തെ എന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവർ മുമ്പോട്ട് വെക്കുന്ന ഈ സമരത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റുഡിയോയുടെ ഡ്രസ്സാണ്. ഞാനത് മനഃപൂർവ്വം ഇട്ടതൊന്നുമല്ല, ഞാൻ കുറേ നാളുകളായി ഉപയോഗിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് പോയി വാങ്ങാൻ കഴിയും. വില കുറച്ച് അവര് എല്ലാവർക്കും അവൈലബിൾ ആയ രീതിയിൽ അതിന്റെ പ്രൈസ് കൊടുക്കുന്നു. അതുകൊണ്ട് ആൾക്കാർ പോയി വാങ്ങുന്നു. കൊല്ലത്തൊക്കെ അതിന്റെ ഇഷ്ടം പോലെ ഷോപ്പ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ ഇന്നലെ കൊല്ലത്ത് അതിന്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ ഈ ജാതി മത ഭേദമന്യേ മനുഷ്യർ വരികയാണ്. വെറുതെ ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് മുറിവുണ്ടാക്കുന്നു, ആ മുറിവിൽ മുളക് തേക്കുന്നു, അതിനെ നീർപ്പിക്കുന്നു, അതിനെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ അപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഇനി നമുക്ക് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മളെ കേൾക്കുന്ന ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിച്ച് ഈ നാടിനോട് ഐക്യപ്പെട്ട് കഴിയുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളെ കൂടി ഇവർ പ്രതിരോധത്തിലാക്കുകയാണ്. അതായത് അപ്പുറത്ത് തീവ്രമായിട്ടുള്ള നിലപാടുകാരെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ, അതായത് ഇന്ത്യൻ മുസ്ലിംസ് മുഴുവൻ പാലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നവരും ഹമാസ് അനുകൂലികളും അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലേക്ക് സാധാരണ മുസ്ലിംസിനെ ഇവർ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി രണ്ട് ഭാഗം നിൽക്കുന്നവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇവരുടെ അജണ്ടയാണ്. അതായത് നമ്മൾ പല സിനിമകളിൽ കാണാറില്ലേ, ഇതിന്റെ മുകൾ തട്ടി നിൽക്കുന്ന ഇവർ തമ്മിൽ ഒരു കൊളാബറേഷൻ, ഇവർ പറഞ്ഞ് ജയിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. വെറുതെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് വരിക. ഇനി മറ്റൊരു വിഷയം, ഇവിടെ അപർണ തുടക്കത്തിൽ സൂചിപ്പിച്ച വർത്തമാനമുണ്ട്. അതായത് കേരളത്തിൽ ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ CPM-ന്റെ ദേശീയ സെക്രട്ടറി MAV കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ എല്ലാ പരിപാടിയും നിർത്തണം, ഇന്ത്യയുമായിട്ടുള്ള സകല സംവിധാനവും നിർത്തലാക്കണം. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ CPM-ന് അഭിപ്രായമുണ്ട് വിനോദ്. ഞാൻ പറഞ്ഞത് ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് CPM എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ ദേശീയ സെക്രട്ടറിയുടെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഈ ചർച്ചകളുടെ ഭാഗമാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം വളരെ രസകരമാണ്.
അതായത് കേരളത്തിൽ 2023 കേരള ഗവൺമെന്റ് ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുകയും ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം കേരളത്തിൽ നിന്ന് ഇസ്രായേലിലെ കൃഷി രീതികൾ പഠിക്കാൻ വേണ്ടി, അതായത് നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി രീതികൾ പഠിക്കാൻ വേണ്ടി 20 അംഗ സംഘത്തെ 200 ലക്ഷം രൂപ മുടക്കി ഇസ്രായേൽ വിട്ടിട്ടുണ്ട്. നമ്മുടെ IAS അശോക് സാറിന്റെ നേതൃത്വത്തിൽ അവർ മുഴുവൻ കേരളത്തിൽ തിരിച്ചു വന്ന് കേരളത്തിൽ പി പ്രസാദ് കൃഷിമന്ത്രി നേതൃത്വത്തിൽ കേരളത്തിൽ ഒട്ടാകെ കൃഷി രീതി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ എന്താ എതിർക്കാൻ കഴിയാത്ത? അപ്പൊ ഇതൊന്നും നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും, ഈ പറയുന്ന കൃഷി, നൂതനമായ കൃഷി, ഇസ്രായേലിലെ പശുക്കളെ പറ്റി പഠിക്കാൻ പോയി, അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഉണ്ട്, പശുക്കളെ പറ്റി പഠിക്കാൻ പോയി. അവരിവിടെ വന്ന് അതിന്റെ പുതിയ രീതികൾ, നവീന രീതികൾ, അതുമായി ബന്ധപ്പെട്ട ക്ഷീര വ്യവസായത്തെ പറ്റി സംസാരിക്കുന്നു, പഠിക്കുന്നു. നമുക്കറിയാം ഇസ്രായേലിന്റെ ഇന്ത്യയുടെ കോൺസുലേറ്റർ വന്ന് പിണറായി വിജയനെ കണ്ട് 2022 ടൂറിസം വ്യവസായ രംഗത്ത് ഇസ്രായേലിന്റെ അല്ല വിനോദ്, അതൊരു പക്ഷേ കാട് കയറിയുള്ള ആ വിഷയത്തിന് ഒരു പ്രശ്നമുണ്ട് വിനോദ്. കാരണം ഇന്ത്യ പാലസ്തീൻ ബന്ധം എന്ന് പറയുന്നത് അത് എത്രയോ കാലമായിട്ട് അത് മറ്റൊരു നയതന്ത്ര ബന്ധമാണ്. അത് ഇന്ത്യ തുടരുന്ന ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ മാറി വരുമ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, അത് കുറച്ചുകൂടി ഗഹനമായ വിഷയമാണ്. ഇപ്പോൾ നടത്തുന്ന ടാറ്റ ബോയ്ക്കോട്ട് വിഷയത്തെ നിങ്ങൾ ഇസ്രായേൽ ഗസ പാലസ്തീൻ നിലപാടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് പക്ഷേ അത് ദുർബലപ്പെടും. അല്ലല്ല, ഇസ്രായേലിൽ അതാണ് ഞാനത് ആ വിഷയത്തിൽ എന്തൊരു ടാറ്റയിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ടാറ്റ എന്ന് പറയുന്നത് ഇവിടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവാണ്. 1905 സ്വദേശ പ്രസ്ഥാനം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞ ആശയത്തോടു കൂടി ഇന്ത്യയിൽ വ്യവസായ വിപ്ലവം തുടങ്ങുകയൊക്കെ ചെയ്ത വലിയ മാനവികത മൂല്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു വ്യവസായ സംരംഭമാണ് ടാറ്റ. അവരൊരിക്കലും ബിസിനസ് പർപ്പസിലേക്ക് മാറ്റി അത് പ്രതീകാത്മകമാണെന്ന് കരുതുന്നില്ല വിനോദ്. അത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു ബോയ്ക്കോട്ടാണെന്ന് കരുതുന്നില്ല. പ്രതീകാത്മകമല്ല. അത് ഈ സമയത്ത് ഏറ്റെടുത്തത് എന്തുകൊണ്ട് ഇവിടെ BDS മൂവ്മെന്റിനെ പറ്റി പറഞ്ഞു. എത്രയോ വിഷയങ്ങളിൽ അതിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്കറിയാം ഒത്തിരി ബ്രാൻഡുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. മറ്റൊരു ബ്രാൻഡിലേക്ക് പോകാതെ ടാറ്റ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന എല്ലാ മനുഷ്യ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് കിട്ടുന്ന സ്ഥലത്തെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് വലിയ പ്രശ്നമുള്ള മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരിക്കൽ കൂടി പറയുന്നു, സെലക്ടീവ് ജസ്റ്റിസിലേക്ക് പോകാൻ പാടില്ല. ഇന്ത്യയുടെ ആത്മാവിനെ ഖണ്ഡിക്കാൻ പാടില്ല. ഇവിടെ മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ മുറിക്കാൻ പാടില്ല. അവിടേക്ക് മുറിവ് ഉണ്ടാക്കി അതിനകത്ത് ഉപ്പും മുളകും തേക്കാൻ പാടില്ല. ഇതിന്റെ ഗുണഭോക്താക്കൾ, ഇവർ ഈ ചർച്ചകൾ വെക്കുമ്പോൾ, അനാവശ്യമായ ചർച്ചകൾ വെക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള വലിയൊരു വിഷയം വരികയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്ര സമൂഹത്തിൽ മാനവികമായിട്ട് ഒരു മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ, പ്രത്യേകിച്ച് പെരുന്നാളാണ്, ഈ രാഷ്ട്രീയ സമൂഹത്തിൽ ഉണ്ടാകുന്ന വർഗീയത, എന്തുമാത്രം വികലമായ വർഗീയതയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് ഇവർ ആഗ്രഹിക്കണം, ഇവർ സമ്മതിക്കണം. ഇതിനെപ്പറ്റി വലിയ ചർച്ച അവിടെ കോഴിക്കോട് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ചർച്ചകൾ നരേറ്റീവ് വരുന്നത് എങ്ങനെയാണ്? ഇതിന് വളമിട്ട് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തണം എന്നാണ് എനിക്ക് ആദ്യം ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ, ഈ വിഷയത്തിനകത്ത് ഒരു പക്ഷേ ഇതൊരു ശ്രദ്ധ നേടിയെടുക്കലാകാം. അത് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള സമരമല്ല, ചെറിയ പ്രതിഷേധാത്മകമായിട്ടുള്ള സമരങ്ങളിലൂടെ നടത്തിയ ഒരു കാര്യം. ഇതിനെതിരെ നടക്കുന്ന ഹേറ്റേഴ്സ് ക്യാമ്പയിൻ ഒരു പക്ഷേ അതിലും വലുതാണ്, അതിലും വലിയ തലത്തിൽ കൂടിയാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളിലൊന്നും കാണാതിരുന്ന ആവേശമൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രൊട്ടസ്റ്റ് ക്യാമ്പയിനെതിരെ ഉയർന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, നോക്കൂ, ഇതിൽ നടക്കുന്നത്, സോഫിയ ഖുറേഷിക്കെതിരെ നടന്നിരിക്കുന്നത് 100% മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, ദേശവിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അതിൽ പല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് മറ്റൊരു വിഷയവുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് സംസാരിക്കേണ്ടുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മുടെ സുഹൃത്ത് ഷഫാഖ് അല്ലേ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇസ്രായേലിൽ ഉൾപ്പെടെ അവരോട് സഹകരിക്കുന്ന ആൾക്കാർ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള വ്യാഖ്യാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രതീകാത്മകമായിട്ടാണ് സമരം ചെയ്യുന്നത് എങ്കിൽ പോലും പ്രതീകാത്മകമായിട്ടുള്ള പല സമരങ്ങളുടെ വ്യത്യസ്ത സമരമാർഗങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമസോൺ കാട്ടിലെ തീപിടുത്തത്തിനെതിരെ, കാട്ടുതീക്കെതിരെ സമരം ചെയ്യാനായിട്ട് അവധി ദിവസം ബ്രസീലിന്റെ എംബസിയുടെ മുന്നിൽ നടത്തിയിരിക്കുന്ന പ്ലക്കാർഡ് പിടിച്ചുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന സമരമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ സമരമെന്ന് ഞാൻ വിളിക്കില്ല, ഇറ്റ്സ് എ സർക്കസ്. ഇവരവിടെ നടത്തിയിരിക്കുന്ന സർക്കസ് ആണ്. സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു, ടാറ്റ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടെ വംശഹത്യയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്ലാൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഡിസൈനിന് വേണ്ടിയിട്ട് പണം കൊടുക്കുകയാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്നാണ് എങ്കിൽ എനിക്ക് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റോ എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിഫൻസ് എക്യുപ്മെന്റുകൾ പർച്ചേസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ടെക്സാർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്.
ഈ സാറ്റലൈറ്റ് അവർക്ക് വേണ്ടി ലോഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? പകലും രാത്രിയിലും ഹൈ റെസൊല്യൂഷൻ ഇമേജസ്, 1 മീറ്റർ ആക്യുറസിയിലുള്ള റെസൊല്യൂഷൻ എടുക്കുന്ന, അത്രയും ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് എടുക്കുന്നതാണ്. ആ ഇമേജറി ഇപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് എന്താ ഉറപ്പ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ISROയെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റിനെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പാലസ്തീനിലുള്ള വംശഹത്യക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ത്യ ആസ് എ കൺട്രി ഈസ് എ ബേബി കില്ലർ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എത്രത്തോളം ആവൽക്കരമാണ് ആ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ചല്ല, ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. വേറെ ഒരു ഉദാഹരണം പറയാം. എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡിഫൻസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ട്, ഇസ്രായേലിലുള്ള എൽബിറ്റ് സിസ്റ്റംസുമായിട്ട് ചേർന്നിട്ട് ഹെർമെസ് 900 ഡ്രോൺസ് കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ മാനുഫാക്ചറിങ്ങും ഡെലിവറിയും തുടങ്ങി. ആരാ ചെയ്യുന്നത്? അദാനിയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് അദാനിയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മുതൽ ഇതിന്റെ ഡെലിവറി തുടങ്ങി. ആർക്കറിയാം, ഇതിനോടകം തന്നെ എത്രയോ തവണ ഇതൊരു പക്ഷേ ഈ പാലസ്തീനിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അദാനി അങ്ങ് ബഹിഷ്കരിച്ചാലോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 എഡിബിൾ ഓയിൽ ബ്രാൻഡാണ് ഫോർച്യൂൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ ബഹിഷ്കരിക്കും. നിങ്ങൾ ബഹിഷ്കരിക്കുമോ? നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ? കോഹിനൂർ റൈസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, വനസ്പതി ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. സോപ്പും ഹാൻഡ് വാഷും ഉൾപ്പെടെയുള്ള എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹീന്ദ്രയുടെ ഡിഫൻസിൽ മഹീന്ദ്ര ഡിഫൻസ് ഉണ്ട്. മഹീന്ദ്രയുടെ എത്രയോ എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ബഹിഷ്കരിക്കുമോ? മഹീന്ദ്രയുടെ ബേബി കെയർ ഉണ്ട്. ആ ബേബി കെയർ ആണ് പിന്നീട് സെല്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്രൈയിലേക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ പണ്ട് മഹീന്ദ്ര ഉണ്ടായിരുന്നവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്രൈയെ ബഹിഷ്കരിക്കുമോ? ബേബി പ്രോഡക്ട്സിനെ. കാരണം ബേബി കില്ലർ എന്നാണല്ലോ ഇവരെല്ലാം പറയുക. അങ്ങനെയാണെങ്കിൽ അത് പറയുമോ? ക്ലബ് മഹീന്ദ്ര റിസോർട്ടുകളുണ്ട്, നമ്മൾ റിസോർട്ടിൽ പോകണ്ടെന്ന് പറയുമോ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ അദാനിയെയോ മഹീന്ദ്രയെയോ ടാറ്റയോ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് സമരം നടത്താമെന്നുള്ളതല്ലാതെ ഈ കോർപ്പറേറ്റുകളെ, ഇവരുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം ഒരു ഇന്ത്യനും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പിന്തുണയ്ക്കുന്ന കുറെ ആൾക്കാരുടെ മെസ്സേജസ് ഉണ്ട്. അതായത് ഈ പെരുന്നാളിന് നിങ്ങൾ വാങ്ങുന്ന കുപ്പായത്തിൽ പാലസ്തീനിലെ കുട്ടികളുടെ, പിഞ്ചു മക്കളുടെ ചോരക്കറ പുരളാൻ പാടില്ല എന്ന്. ഞാൻ പറയുന്നത്, ഒരാളിന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന ഒരാളിന്റെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണ്? അയാൾക്കുണ്ടാക്കുന്ന വേദന എത്രത്തോളമാണ്? തെറ്റായിട്ടുള്ള ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ രാത്രിയിൽ, നാളെ ഇപ്പൊ പെരുന്നാളാണല്ലോ, ഈ രാത്രിയിൽ സ്റ്റുഡിയോയിൽ പർച്ചേസ് ചെയ്യുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള മതവിഭാഗത്തിന് തൽക്കാലം മാറ്റി നിർത്തും. ആ മതവിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ചോരക്കറ പുരണ്ട വസ്ത്രം എടുത്തതിന് ശേഷം ആ പണം അവിടെ ഈ കുഞ്ഞു മക്കളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നു എന്നാണോ? എന്ത് പോഷ്കാണ്, എന്ത് മണ്ടത്തരമാണ്, എന്ത് വിവരക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു അജണ്ട ഇതിനകത്തുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ ഷഫാക്കിനോട് ചോദിച്ചപ്പോൾ ഷഫാക്ക് പറഞ്ഞത് അത് വളരെ യാദൃച്ഛികമാണ്, അങ്ങനെ ഒരു പെരുന്നാൾ ദിനം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തതല്ല എന്ന് പറയുമ്പോഴും ശ്രീത്ത് പറയുന്നത് ആ ഒരു അജണ്ട, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അജണ്ട ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഒരു വസ്ത്ര സ്ഥാപനത്തിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒക്കേഷൻസിലാണെങ്കിൽ മാത്രമേ അതിന് ഇമ്പാക്റ്റ് ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് ഒരു വസ്ത്ര ബ്രാൻഡിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം ഏതായിരിക്കും? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ഫെസ്റ്റിവലിന്റെ സമയമായിരിക്കും. കൂടുതൽ ദീപാവലി പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫാബ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ റൈറ്റ് വിംഗ് ഗ്രൂപ്പുകൾ നടത്തിയിരുന്ന പല ക്യാമ്പയിനുകളുണ്ട്. അതൊക്കെ നടത്തിയിരുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗത്താണ്, ഒരു സമയത്താണ്. അപ്പൊ അത് നടത്തുന്നത് എന്തിനാണ്? ആ ബിസിനസ് അഫക്റ്റഡ് ആകണം എന്നതിന്റെ ഉദ്ദേശത്തിലാണ്. ഇപ്പൊ സ്റ്റുഡിയോയെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? അവര് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, വലിയ മാളുകളിൽ മാത്രമല്ല, അവരുടേതായിട്ടുള്ള ബിൽഡിങ്ങുകൾ എടുക്കുന്നു, ലീസ് ചെയ്തിട്ട് എടുക്കുന്നു. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ അവരുടെ ഔട്ട്ലെറ്റുകളുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയിടത്ത് സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു ബിസിനസ് അവർക്ക് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള കേരളത്തിലെ ഒക്കേഷൻസ് ഏതൊക്കെയാണ്? നിശ്ചയമായിട്ടും 2 വലിയ പെരുന്നാളുകളുണ്ട്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ക്രിസ്മസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്, ഓണമുണ്ട്. ഈ സമയമൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ സെയിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയം കൃത്യമായി ചൂസ് ചെയ്തതിനു ശേഷം അവരുടെ ബിസിനസിനെ പ്രതീകാത്മകമായിട്ട് എടുത്ത് ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവർക്കൊരു ബിസിനസ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ശ്രീ എം ഷിനാസ്, ISROയും ISIയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ പുതിയ നൂതന സംവിധാനത്തിലേക്ക് പോവാണ്. അതിനെയൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതാ ഞാൻ ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാൻ ആവർത്തിച്ചത്.
ടാറ്റയെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള സകല ബന്ധവും ഇന്ത്യൻ ഓക്കെ ഗവൺമെന്റുമായി ഓക്കെ 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 വിനോദ് ഒറ്റ സെക്കൻഡ്. ശ്രീ എം ഷിനാസ്, ഞാൻ ചോദിക്കുന്നത് പെരുന്നാൾ അവധിയുമായിട്ട് ബന്ധപ്പെട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെ വിവാദങ്ങൾ നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഇത്തരം റിലീജിയസ് വിഷയങ്ങൾ ഇതിനകത്തോട്ട് കടക്കുമ്പോൾ അതല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം, അതായിരുന്നില്ല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ പോലും അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് ആ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഒരു പെരുന്നാൾ സമയത്ത് ഇത്തരത്തിലൊരു സ്ലോഗൻ കൊണ്ടുവരിക, ഇത്രയോ സമയമായി ഗസയിൽ നടക്കുന്ന ഈ കൂട്ടക്കുരുതി, കൃത്യമായി ഈ സമയങ്ങൾ അത് ഉപയോഗിക്കുക, ഈ പറഞ്ഞ പോലെ ബേബി കില്ലർ, ചോര വീണ ഉടുപ്പുകൾ എന്നൊക്കെ പറയുന്നിടത്ത് ഒരു വല്ലാത്തൊരു സെൻസിറ്റീവ് എലിമെന്റ് ഇതിനകത്തുണ്ട്. അത് ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൂടിയുണ്ട് ഇതിനകത്ത്. ശ്രീ എം ഷിനാസ് അല്ലേ? ഇത്തരമൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. കാരണം ഈ ടാറ്റ ഇറക്കുന്ന ഈ വസ്ത്ര വ്യാപാരത്തെ ഏതെങ്കിലും വിധത്തിൽ ഹനിക്കുക എന്നുള്ള ഒരു ഇതുണ്ടായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം വളരെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു ഉൽപ്പന്നവും ഇപ്പം നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പല ഉൽപ്പന്നങ്ങളുണ്ട്. അതൊക്കെ ഏത് രാജ്യത്ത് ഒരു ഉൽപ്പന്നം പോലും പൂർണ്ണ രൂപത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടാവും, പലതും പല പാർട്സും പല രാജ്യങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിന്റെ അസംബ്ലിങ് വേറെ രാജ്യങ്ങളിലാണ്. അപ്പോ ഇങ്ങനെ ചില ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം. ഇസ്രായേലുമായിട്ടുള്ള ബന്ധമുള്ള ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ, പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്ത് എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പ്രതിരോധ രംഗത്ത് എബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഏറ്റവും ശുഷ്കാന്തിയോടെയുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് UAE, അതുപോലെ ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ, പ്രത്യേകിച്ച് UAE ബഹ്റിനാണ്. ഇപ്പോ അന്ന് ഹമാസിന്റെ ആക്രമണം നടന്നില്ലായിരുന്നുവെങ്കിൽ സൗദി അറേബ്യയും എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കുമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞ ഡിഫൻസ് ടെക്നോളജി മാത്രമല്ല, അഗ്രികൾച്ചറൽ ടെക്നോളജി മാത്രമല്ല, ഈ ഇസ്രായേലിന്റെ കൺസ്യൂമർ ഗുഡ്സും ഫുഡും ഈ രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ആ രാജ്യങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല, അവർ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ ഇവിടെ മാത്രം ഒരു പ്രതിഷേധം. ഇപ്പം SIO പോലുള്ള സംഘടനകളൊക്കെ ലോകത്ത് പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം നമുക്കറിയാം, അതിൽ 55,000-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റായിട്ടുള്ള ലുല ഡിസിൽവ പ്രസ്താവിച്ചത്, ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് പ്രീ മെഡിറ്റേറ്റഡ് ജനസൈഡാണ്, കരുതിക്കൂട്ടിയുള്ള വംശഹത്യയാണ്. അതിനോടൊക്കെ യോജിക്കുമ്പോൾ തന്നെ ഈ ഇത്തരം മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന മുസ്ലിങ്ങൾ ഇരകളാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉയർത്തി ഇവിടുത്തെ മുസ്ലിങ്ങളിൽ അത് ആന്തരികവൽക്കരിക്കുക എന്നുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഒരു സൈദ്ധാന്തിക പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, SIO പോലുള്ള സംഘടനകൾ കാണുന്നത് മുസ്ലിം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും വർഗ, ജാതി, ദേശ ഭേദമന്യേ എല്ലാം ഒരു സമുദായമാണ്, ഉമ്മത്താണ് എന്നാണ്. ശരി, ഞാൻ സമയപരിമിതമുണ്ട്. ഷഫാക്ക് മറുപടി ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ ഒരു 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2-3 അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടുന്ന കാര്യങ്ങളുണ്ട് എന്നാണ്. അതിന് സമയം അനുവദിക്കണമെന്ന് കൂട്ടി ആവശ്യപ്പെടാം. ഒന്ന്, ഇത് ടാറ്റയ്ക്ക് എതിരെയുള്ള ഒരു സമരമാണ്, അല്ലെങ്കിൽ അതിന് അജണ്ടയാക്കി ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരു സമരമാണ്, അതിനുള്ള ഒരു സിംബോളിക് സമരമാണ് എന്നതിലേക്ക് ഈ സമരത്തെ ചുരുക്കരുത് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആ അർത്ഥത്തിൽ ടാറ്റയെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ ലോകത്തിൽ ഇസ്രായേൽ വംശഹത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെല്ലാം ബ്രാൻഡുകളുണ്ടോ അതിനൊക്കെയും എതിരെ SIO നേരത്തെ തന്നെയും കണ്ടന്റുകൾ പുറത്തിറക്കുകയും ബഹിഷ്കരണാഹ്വാനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതൊന്ന്. 2, ഇത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ അടക്കം സൂചിപ്പിച്ചത്, ഇത് ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ പെരുന്നാളിന്റെ ഒരു സമയത്ത് പ്രത്യേക അജണ്ടയോടുകൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സമരമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ സമരം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കോഴിക്കോട്ട് SIO നടത്തിയ സമരത്തിലല്ല, ഈ സൂഡിയോക്കെതിരെ പോലുമുള്ള അല്ലെങ്കിൽ സൂഡിയോക്ക് മുമ്പിൽ പോലുമുള്ള ബഹിഷ്കരണാഹ്വാനങ്ങൾ ആരംഭിക്കുന്നത്. മറിച്ച് ഇന്ത്യയിലെ തന്നെ IPSP, ഇന്ത്യൻ പീപ്പിൾ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന് പറയുന്ന
സംഘടനയ്ക്ക് കീഴിൽ ആ ഐഡിയക്ക് കീഴിൽ വരുന്ന ധാരാളം പ്രവർത്തകർ അതിൽ ഇന്ത്യയിലെ അല്ല, വ്യത്യസ്തങ്ങളായ ഈ പെരുന്നാള് കഴിഞ്ഞ ഷഫാക്ക്, ദിവസങ്ങളിൽ ഈ പെരുന്നാള് ഉന്നയിച്ചു ഞാൻ എടുത്തു പറയുന്നത് പറഞ്ഞുകൊണ്ട് ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചയിലും സംഭവിച്ചിട്ടുള്ള ഉപരോധങ്ങൾ, ബഹിഷ്കരണാഹ്വാനങ്ങളെ കുറിച്ചാണ്. അതിന്റെ റിപ്പോർട്ടിങ്ങുകൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം, അവർക്ക് ഞാൻ അയച്ചുതരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ആഴ്ചകളിലായി രാജ്യത്തെ വ്യത്യസ്ത നഗരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുടെ ആഹ്വാനങ്ങൾ, സവിശേഷമായി സൂഡിയോക്ക് മുമ്പിലൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുടെ ആഹ്വാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ അതിന്റെ ന്യൂസ് ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം. അപ്പോ ഞാൻ പറയുന്നത് അത് SIO എവിടെയോ തുടങ്ങി വെച്ച ഒരു സമരമോ ഒരു ബഹിഷ്കരണ ആഹ്വാനമോ അല്ല. അതിലേക്ക് ഇതിനെ ചുരുക്കരുത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ, മറിച്ച് ഹ്യൂമാനിറ്റിയെ കുറിച്ച് ആലോചിക്കുന്ന, മാനവികതയെ കുറിച്ച് ആലോചിക്കുന്ന, രാഷ്ട്രീയ മൂല്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന, മാനവിക മൂല്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഓരോരുത്തരും ആഹ്വാനം ചെയ്യുകയോ ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ഒന്നാണ് ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റ് എന്നതുകൂടി പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. അതേസമയം തന്നെ മറ്റൊരു കാര്യം ടാറ്റയെ കുറിച്ചാണ്. ടാറ്റ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഒരു നട്ടെല്ലാണ് എന്നതൊക്കെയാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇനി ടാറ്റയിലേക്ക് വന്നാൽ തന്നെയും ടാറ്റയെ കുറിച്ച് ഇന്ത്യയിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് വളരെ നല്ലവനായ കോർപ്പറേറ്റ് എന്നൊരു ഇമേജ് ടാറ്റക്കുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഞാൻ പറയുന്നത് ആ ടാറ്റ തന്നെയാണ് ഈ പറയുന്ന പല അർത്ഥത്തിൽ വംശഹത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, അവരുടെ കൈകളിൽ ചോരയുണ്ട് എന്ന് വിളിച്ചു പറയാൻ ഷഫാക്ക്, നമുക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റ് പാനലിസ്റ്റുകൾ കൂടി ഇടപെടും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണ്ടേ? ഇതിന് കൃത്യമായിട്ടുള്ള കണക്കൊക്കെ വേണ്ടേ ഷഫാക്ക്? ഇതൊരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? ഉള്ള ബേബി കില്ലർ മുഴുവൻ ടാറ്റയാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകാൻ കഴിയും എന്നുള്ളതാണ് വിഷയം. യെസ്, ഓക്കെ, യെസ്, റൈറ്റ്, യെസ്. ഞാൻ സമയപരിമിതി കൊണ്ട് എനിക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് അല്ല, ഈ ബോയ്ക്കോട്ട് ആഹ്വാനം ഏത് തരത്തിലാണ് ജനങ്ങൾ കാണുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു. നമ്മുടെ പോൾ തന്നെ അതായിരുന്നു, സ്റ്റുഡിയോയുടെ ബോയ്ക്കോട്ട് വെറും പ്രഹസനമായിട്ടാണോ കണക്കാക്കുന്നതെന്ന്. 84% പ്രേക്ഷകരും അങ്ങനെയാണ് അഭിപ്രായത്തിലേക്ക്. 11% പ്രേക്ഷകരാണ് അല്ല എന്നുള്ളത്. ഏതായാലും ബോയ്ക്കോട്ട് ആഹ്വാനവും അതിനെതിരായിട്ടുള്ള ഹേറ്റേഴ്സ് ക്യാമ്പയിനും ഒരു വശത്ത് നടക്കുകയാണ്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അവസാനിച്ചേക്കും എന്നുള്ള സൂചനകളെ ഈ സമയത്ത് പറയാം. പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കാത്തത് കൊണ്ട്. വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്കർ, ഷഫാക്ക്, വിനോദ് വിൽസൺ, ഒപ്പം ശ്രീ AM ഷിനാസ പ്രൺ ഡിബേറ്റിനൊപ്പം ചേർന്നത്. നമസ്കാരം.